നമ്മുടെ കയ്യിലുള്ള ഒരു കഥയുമായി ഒരു പ്രൊഡ്യൂസറിലേക്കോ പ്രൊഡക്ഷൻ കമ്പനിയിലേക്കോ ഒരു ആർട്ടിസ്റ്റിലേക്കോ നമുക്ക് എങ്ങനെ എത്താം? നമസ്കാരം, ഞാൻ രജീഷ് തെറ്റിയോട്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള ഒരു കഥ എങ്ങനെയാണ് തിരക്കഥയാക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി പേർ കണ്ടു, ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെട്ടു എന്നുള്ള അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നമ്മളൊരു തിരക്കഥ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഘട്ടം നമ്മൾ തയ്യാറാക്കിയ തിരക്കഥയുമായി അതിനൊരു പ്രോജക്റ്റാക്കി ഒരു പ്രൊഡ്യൂസറിനെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിലേക്കോ നമ്മൾ എത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഒരു തിരക്കഥ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാവരുടെയും സംശയം, നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസറുടെ നമ്പർ കിട്ടുക അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ നമ്പർ കിട്ടുക? ഒഫീഷ്യലായിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനിയോ പ്രൊഡ്യൂസറോ ആർട്ടിസ്റ്റോ ഒക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പ്രോജക്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു മൊബൈൽ നമ്പർ വഴിയുള്ള കോൺടാക്റ്റിലൂടെ ആയിരിക്കത്തില്ല, ഒരു ഒഫീഷ്യൽ മെയിൽ വഴിയായിരിക്കും നമ്മളും അവരുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുക. എല്ലാ പ്രൊഡക്ഷൻ കമ്പനികളുടെയും വെബ്സൈറ്റുകളിൽ അവരിലേക്ക് എത്താനുള്ള ഇമെയിൽ അഡ്രസ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് അവരുടെ ഇമെയിൽ അഡ്രസ്സ് വഴി നമുക്ക് അവരുമായി ബന്ധപ്പെടാൻ സാധിക്കും. മറ്റൊരു മാർഗമുള്ളത്, ഇൻഡസ്ട്രിയിൽ നിലവിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാർ വഴി നമുക്ക് പല പ്രൊഡ്യൂസർമാരിലേക്കും ആർട്ടിസ്റ്റുകളിലേക്കും എത്താൻ സാധിക്കും. ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ നമുക്ക് പരിചയമുള്ള കൺട്രോളർമാരുണ്ടെങ്കിൽ അവർ വഴി നമുക്ക് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് നമുക്ക് ഒരു ആർട്ടിസ്റ്റിലേക്കോ ഒരു പ്രൊഡ്യൂസറിലേക്കോ എത്താൻ സാധിക്കും. മൂന്നാമത്തെ മാർഗം നമ്മുടെ മറ്റു ബന്ധങ്ങൾ ഉപയോഗിച്ച് നമുക്കിവിടെ കോൺടാക്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മളൊരു പ്രൊഡ്യൂസറിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് പിച്ച് ഡെക്കാണ്. പിച്ച് ഡെക്ക് ഇന്ന് നമ്മൾ ഏതൊരു പ്രൊഡ്യൂസറിനെയോ ആർട്ടിസ്റ്റിനെയോ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് നിങ്ങൾ പിച്ച് ഡെക്ക് അയച്ചോളൂ എന്നാണ്. എന്താണ് പിച്ച് ഡെക്ക്, എങ്ങനെയാണ് നമ്മൾ പിച്ച് ഡെക്ക് തയ്യാറാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം പറയാം. മുൻപൊക്കെ നമ്മളൊരു പ്രോജക്റ്റൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. ഈ പ്രസൻറ്റേഷൻ്റെ മറ്റൊരു രൂപമാണ് പിച്ച് ഡെക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോജക്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ അതിനൊരു പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ടൈറ്റിൽ ഉണ്ടാവും. എന്താണ് അതിൻ്റെ വർക്കിംഗ് ടൈറ്റിൽ, എന്താണ് അതിൻ്റെ സ്റ്റോറി സിനോപ്സിസ്, എന്തൊക്കെ സ്പെഷ്യാലിറ്റീസാണ് ആ സിനിമയ്ക്കുള്ളത് അല്ലെങ്കിൽ ആ കഥയ്ക്കുള്ളത്, ഏതൊക്കെ ആർട്ടിസ്റ്റുകളെയാണ് നമ്മൾ ഈ കഥയിലേക്ക് മനസ്സിൽ കണ്ടിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ ബഡ്ജറ്റ്, എത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ എത്ര ഷെഡ്യൂൾ കൊണ്ടായിരിക്കും നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുക, എത്ര ഗാനങ്ങളുണ്ടായിരിക്കും, ആരൊക്കെയാണ് അതിൽ മ്യൂസിക് സിംഗേഴ്സ്, നമ്മുടെ മനസ്സിലുള്ളത് ആരൊക്കെയാണ്. അപ്പം ഇത്തരത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന നമ്മുടെ മനസ്സിലുള്ള പ്രോജക്റ്റിൻ്റെ എല്ലാ വിവരങ്ങളെയും ഒരു പ്രസൻറ്റേഷൻ രൂപത്തിൽ തയ്യാറാക്കുന്നതിനെയാണ് പിച്ച് ഡെക്ക് എന്ന് പറയുന്നത്. ഒരു പിച്ച് ഡെക്ക് തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ചില സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്ന് ക്യാൻവയാണ്. സാധാരണ ഇന്ന് പിച്ച് ഡെക്ക് തയ്യാറാക്കാൻ പൊതുവെ ഉപയോഗിക്കുന്നൊരു ആപ്ലിക്കേഷൻ ക്യാൻവയാണ്. ക്യാൻവയിൽ ഒരുപാട് മോഡൽസ്, പിച്ച് ഡെക്ക് തയ്യാറാക്കേണ്ട മോഡൽസ്, ടെംപ്ലേറ്റുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് താല്പര്യമുള്ള ഒരു ടെംപ്ലേറ്റ് തിരഞ്ഞെടുക്കാം. അതിനോടൊപ്പം തന്നെ ചാറ്റ് ജിപിടിയിലോ ജെമിനിയിലോ ഇമേജ് ജനറേഷൻ ടെക്നിക്കുകൾ, അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എഴുതിയ കഥയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, അതിൻ്റെ സാഹചര്യമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, നമ്മൾ ഏതൊരു ആർട്ടിസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് ആർട്ടിസ്റ്റിൻ്റെ രൂപത്തിൽ ആ കഥാപാത്രത്തെ നമ്മൾ ജെമിനിയിലോ എഐയിലോ ഒക്കെ തയ്യാറാക്കി ഈ പിച്ച് ഡെക്കിൻ്റെ പശ്ചാത്തലമായി ബാക്ക്ഗ്രൗണ്ടായി ഉൾപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അതിനൊരു ഇംപ്രഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻവയും ജെമിനിയോ അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോ ഒക്കെ ഉപയോഗിച്ചാണ് ഈ പിച്ച് ഡെക്ക് പൂർത്തിയാക്കുന്നത്. എന്തൊക്കെയാണ് ഒരു പിച്ച് ഡെക്കിൽ ഉണ്ടാകേണ്ടത്? ഒരു പിച്ച് ഡെക്കിൻ്റെ ആദ്യത്തെ പേജിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്കിംഗ് ടൈറ്റിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചെയ്ത ഫോണ്ട് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ആ കഥാ സാഹചര്യമായി നമ്മൾ ഡിസൈൻ ചെയ്തൊരു ഫോണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വർക്കിംഗ് ടൈറ്റിൽ തയ്യാറാക്കുക. അതാണ് ആദ്യത്തെ പേജിൽ ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ പേജിൽ നമ്മുടെ കഥയുടെ സിനോപ്സിസ്, അതായത് സ്റ്റോറി സിനോപ്സിസ്, കഥാസാരം, കഥാതന്തു എന്നൊക്കെ നമ്മൾ പറയുന്ന സ്റ്റോറി സിനോപ്സിസ്, അതായത് ഒരു മുഴുവൻ തിരക്കഥയുടെ ഏറ്റവും ചുരുക്കം കാര്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു പേജിൽ ഒരു 7-8 സെൻറ്റൻസുകളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രത്ന ചുരുക്കത്തെയാണ് നമ്മൾ സിനോപ്സിസ് എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിൽ അതിൻ്റെ സ്റ്റോറി സിനോപ്സിസ് തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പേജിൽ ചെയ്യേണ്ടത്. മൂന്നാമത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ കഥയുടെ അല്ലെങ്കിൽ തിരക്കഥയുടെ USP ആണ്. USP എന്ന് നമ്മൾ പറയുന്നത്, USP എന്ന വാക്കൊരു മാനേജ്മെൻറ്റ് ടേമാണ്. യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് എന്താണ് ഈ കഥയുടെ ഹൈലൈറ്റ്? ഓരോ കഥയ്ക്കും
ഒരു ഹൈലൈറ്റ് എലമെൻ്റ് ഉണ്ടാവും, ഒരു അട്രാക്റ്റീവ് എലമെൻ്റ് ഉണ്ടാവും. എന്താണ് ആ ഹൈലൈറ്റ് എലമെൻ്റ് എന്നുള്ളതിനെയാണ് നമ്മൾ USP ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ USP എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രോജക്റ്റ് അതിലേക്ക് ഇറങ്ങണോ വേണ്ടയോ, മുന്നോട്ട് നോക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റ് ആയാലും പ്രൊഡ്യൂസർ ആയാലും ഇപ്പോൾ അവർ തീരുമാനിക്കുന്നത്. ഇപ്പോൾ സിനോപ്സിസും അതിൻ്റെ USPയും തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി നമുക്ക് വേണ്ടത് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ഇതിലെ ഏറ്റവും പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ്, നായകന്മാരായിട്ട് ആരൊക്കെയാണ്, നായികമാരായിട്ട് ആരൊക്കെയാണ്, അതുപോലെ പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാരായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ളത് ആരൊക്കെയാണ്, ക്യാമറ ചെയ്യുന്നത് ആരാണ്, എഡിറ്റ് ചെയ്യുന്നത് ആരാണ്, മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെയാണ്, പാട്ട് ഗായകർ ആരൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഓരോരോ സ്ലൈഡുകൾ ഓരോരോ പേജുകളിലായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റ്, ഈ പ്രോജക്റ്റിന് ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് എത്രയാണ്, എത്ര ഡ്യൂറേഷൻ കൊണ്ടായിരിക്കും നമുക്ക് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ സാധിക്കുക. ഈ രണ്ട് കാര്യവും തുടക്കക്കാർക്ക് ചിലപ്പോൾ ചില സംശയങ്ങളുണ്ടാവും. നമുക്ക് എത്ര ബഡ്ജറ്റ്, അങ്ങനെയുള്ളവർ ആ ഭാഗം ഒഴിവാക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോ എക്സിക്യൂട്ടീവിനോടോ അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം ആ ഒരു ഭാഗം ഉൾപ്പെടുത്താം. ഒരു പിച്ച് ഡെക്കിൻ്റെ ഏറ്റവും ഒടുവിലായി വരുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഫ്രെയിംസ് ആൻഡ് ടോൺസ് ആണ്. അതായത് നമ്മുടെ ഈ കഥയ്ക്കകത്ത് ഏത് തരത്തിലുള്ള ഫ്രെയിമുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് കഥയുടെ ജനർ എന്താണ്, ഇതൊരു ത്രില്ലറാണോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സബ്ജക്റ്റ് ഉണ്ട്, കോമഡി സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫ്രെയിംസ് എങ്ങനെയാണ്, ഇതിൻ്റെ കളർ ടോൺ, ലൈറ്റിംഗ് ടോണൊക്കെ ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ജെമിനി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AI ടൂൾ ഉപയോഗിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ഫ്രെയിംസ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ ഒരു 6, 7, 2, 3 പേജുകളിലായിട്ടുള്ള കുറച്ച് ഫ്രെയിമുകൾ ഉൾപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ഉണ്ടാകും. ഏറ്റവും ഒടുവിലായിട്ട് അവർക്ക് താങ്ക്സ് പറയാം. ഇതാണ് ഒരു പിച്ച് ഡെക്കിൻ്റെ ഒരു സ്ട്രക്ചർ. അടുത്തതായിട്ട് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ ആണ്. നമ്മുടെ ഒരു വർക്കിംഗ് പ്രൊഫൈലിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പിച്ച് ഡെക്ക് തയ്യാറാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പോർട്ട്ഫോളിയോ തയ്യാറാക്കാൻ സാധിക്കും. ഇതിനകത്ത് ആദ്യം നമ്മുടെ പേര്, രണ്ടാമത്തെ പേജിൽ നമ്മുടെ ഒരു ബയോഡേറ്റ, എന്തൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളതും, മൂന്നാമത്തെ പേജ് മുതൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, വർക്കിംഗ് എക്സ്പീരിയൻസ്, നമ്മൾ ഏതൊക്കെ ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പ്രോജക്റ്റിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പ്രോജക്റ്റ് നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെയും നമ്മുടെ എക്സ്പീരിയൻസിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ് നമ്മുടെ പോർട്ട്ഫോളിയോ. അപ്പോൾ പോർട്ട്ഫോളിയോയും പിച്ച് ഡെക്കും തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാം, ഒരു ആർട്ടിസ്റ്റുമായിട്ടും നമുക്ക് അപ്രോച്ച് ചെയ്യാം. നമ്മളിനി ഒരു ആർട്ടിസ്റ്റിലേക്കാണ് നമ്മുടെ കഥയുമായി നമ്മൾ എത്താൻ ശ്രമിക്കുന്നത് എങ്കിൽ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്? ആർട്ടിസ്റ്റുകളുടെ പേഴ്സണൽ നമ്പറുകൾ പലപ്പോഴും നമ്മുടെ പബ്ലിക്കിൽ അവൈലബിൾ അല്ല. അത് ബന്ധങ്ങൾ ഉപയോഗിച്ചൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർ വഴി നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ മാനേജർമാരുടെ നമ്പറുകൾ നമുക്ക് ലഭിക്കുവാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ നമുക്ക് ആർട്ടിസ്റ്റുകളുടെ മാനേജറുകളുടെ നമ്പറുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അവരുമായും നമുക്ക് ബന്ധപ്പെടാം. അപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായും സ്റ്റോറി സിനോപ്സിസ് അയക്കുക എന്നുള്ളതാണ് അവർ സാധാരണഗതിയിൽ ആവശ്യപ്പെടുന്നത്. പിച്ച് ഡെക്കിൽ വളരെ ചെറിയ സെൻറ്റൻസുകളിലായിരിക്കും നമ്മൾ സിനോപ്സിസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് അയക്കുന്ന സിനോപ്സിസിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കഥ സിനോപ്സിസ് ഉൾപ്പെടുത്താം. നമ്മൾ ഏത് ആർട്ടിസ്റ്റിനാണോ അയക്കുന്നത്, ആ ആർട്ടിസ്റ്റ് ഏത് കഥാപാത്രമാണോ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ കഥാപാത്രത്തിനെ കുറച്ച് ഡീറ്റെയിൽ ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റോറി സിനോപ്സിസ് ആയിരിക്കണം നമ്മൾ തയ്യാറാക്കി അയക്കേണ്ടത്. ഒരു ആർട്ടിസ്റ്റ് ആവശ്യപ്പെട്ടാൽ മാത്രം നമുക്ക് പിച്ച് ഡെക്കോ പോർട്ട്ഫോളിയോ അതിനോടൊപ്പം അയച്ചു കൊടുക്കാം. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു കഥയോ തിരക്കഥയോ ഒരു ആർട്ടിസ്റ്റിനോ പ്രൊഡ്യൂസറിനോ പ്രൊഡക്ഷൻ കമ്പനിക്കോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കോണ്ടാക്റ്റ് മെയിൽ വഴി മാത്രമായിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളൊരിക്കലും വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ രീതിയിലോ പ്രിൻ്റ് എടുത്ത് ഒരാളുടെ കയ്യിൽ കൊടുക്കുന്നതോ ഒഴിവാക്കുക. ഈ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായും മെയിൽ വഴിയാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കൊരു പ്രൊഡ്യൂസറിലേക്കോ ഒരു ആർട്ടിസ്റ്റിലേക്കോ നമ്മുടെ കഥയുമായി നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്ന മാർഗ്ഗങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരിക്കലും ഒരു ഇമ്മീഡിയറ്റ് പ്രോസസ്സ് അല്ല. 1-2 ദിവസങ്ങൾ കൊണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയക്രമത്തിനകത്തോ ചിലപ്പോൾ നമുക്കൊരു പ്രൊഡക്ഷൻ കമ്പനിയുമായോ ആർട്ടിസ്റ്റുമായോ നമ്മുടെ പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരും തിരക്കുള്ളവരാണ്. അവരുടെ സമയത്തിനനുസരിച്ചായിരിക്കാം നമുക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയും ഈ പ്രോജക്റ്റിലേക്ക് നമ്മൾ കയറുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു പ്രോജക്റ്റ് ഒരു കമ്പനിക്ക് ഒരു ആർട്ടിസ്റ്റിനോ കൊടുത്താൽ അവരത് അപ്പോൾ തന്നെ ഓക്കെ പറയുമെന്നോ അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നടക്കുമെന്നോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കലും അവരുടെ അപ്രോച്ച് ചെയ്യരുത്. നമ്മുടെ മാക്സിമം നമുക്ക് അവിടെ നൽകാം. ഒരു
ആർട്ടിസ്റ്റിന് ആ കഥ വർക്കായില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ആർട്ടിസ്റ്റിലേക്ക് ശ്രമിക്കാം. അത്തരത്തിൽ ശ്രമിക്കുമ്പോഴും ക്ഷമിക്കുമ്പോഴുമാണ് ഒരു സിനിമ ഉണ്ടാകുന്നത് എന്നുള്ളതും ഓർമ്മയിൽ വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വിഷയമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.